എവിടെ പോയിട്ടില്ലല്ലോ. ദിലീപേട്ടനെ കുറെ കരിങ്കാലികൾ എവിടെയോ പറഞ്ഞു വിട്ടതല്ലേ. ആ പാവപ്പെട്ട മനുഷ്യനെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക. സൂപ്പർ സിനിമയായിരുന്നു. പഴയ ദിലീപ് തിരിച്ചു വന്നു. ദിലീപേട്ടൻ അടിപൊളിയാണ്. ദിലീപേട്ടൻ എങ്ങനെയാണ് ചോദിക്കട്ടെ. പടത്തെക്കുറിച്ച് പറയുന്ന കാട്ടിയും ദിലീപേട്ടൻ്റെ തിരിച്ചുവരവെന്ന് തന്നെയാണ് പറയാൻ സത്യം പറഞ്ഞു. ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പൊട്ടൽ പുള്ളിക്കാരൻ സഹിച്ചു. ആ പടം ഒരു ആശ്വാസം കിട്ടിയ പവി കേട്ടേക്കറാണ്. ഫസ്റ്റ് ഹാഫ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഇമോഷണലി. അങ്ങനെ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ദിലീപേട്ടൻ്റെ 150-ാം ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ തിരിച്ചുവരവനായി മലയാള സിനിമാ ലോകവും മലയാള പ്രേക്ഷകരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അപ്പോൾ ഈ ഒരു സിനിമ പുള്ളിക്ക് തിരിച്ചുവരവാകുമോ നമുക്ക് സിനിമ കണ്ട പ്രേക്ഷകർ ചോദിച്ചു നോക്കാം. നേരെ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്റർ റെസ്പോൺസിലേക്ക്. നല്ല മൂവിയാണ്. ദിലീപേട്ടൻ അടിപൊളിയാണ്. ദിലീപേട്ടൻ എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയാണ്. കോമഡി കാര്യങ്ങളൊക്കെ കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ സെന്റിമെന്റ്സ് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. സൂപ്പർ കോമഡി നല്ല ഉഗ്രം പടം. കുറെ നാളുകൾക്ക് ശേഷം ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് ചിരിച്ച് കണ്ണ് നിറഞ്ഞ് കാണാൻ പറ്റിയ അടിപൊളി ഉഗ്രം ഫാമിലി പടം. കുറെ നാളുകൊണ്ട് വയലൻസും ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ആദ്യപ്രസരമായിരുന്നല്ലോ. ഇതങ്ങനെ നല്ല ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്ന് പറയുന്ന ഈ സിനിമയാണ്. ദിലീപേട്ടൻ തിരിച്ചു വരും. അപ്പോൾ ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ലല്ലോ. ദിലീപേട്ടനെ കുറെ കരിങ്കാലികൾ എവിടെയോ പറഞ്ഞു വിട്ടതല്ലേ. ആ പാവപ്പെട്ട മനുഷ്യനെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക. കാരണം എന്താണ്, അദ്ദേഹം കരയുന്ന സമയത്ത് നമ്മൾക്ക് കരയാനും ചിരിക്കുന്ന സമയത്ത് ചിരിക്കാനും ഒന്നും പറയാനില്ല. ഒരു 101% ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അത്യുഗ്രൻ സിനിമ. നല്ല സിനിമ, പറയാൻ വാക്കുകളില്ല. നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ്, മ്യൂസിക് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു സല്യൂട്ട് ലെസ്റ്റിൻ സ്റ്റീഫന്. കാരണം ഇവിടുത്തെ കുടുംബ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ റിവ്യൂവും നമ്മളെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് പല ആൾക്കാരും തിയേറ്ററിൽ വരുന്നത്. പക്ഷേ ഒരു ഫാമിലിയെ തിയേറ്ററിലെത്തിക്കാൻ പല സിനിമാക്കാരും വിമുഖത കാണിക്കുന്നു. അതിനുള്ള വലിയൊരു ഇനിഷ്യേറ്റീവാണ് ലെസ്റ്റിൻ സ്റ്റീഫൻ വീണ്ടും എടുത്തിരിക്കുന്നത്. മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു തനിമയുണ്ട്. ആ തനിമ ഇതിലൂടെ നഷ്ടപ്പെടാത്തൊരു സിനിമ. കൂടാതെ ഇതിലൂടെ വലിയൊരു സോഷ്യൽ മെസ്സേജും കൂടെ, ഫീഡിങ് മെസ്സേജ് ഒന്നുമല്ല, വലിയൊരു സോഷ്യൽ മെസ്സേജും കൂടെ. കാരണം ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന നിങ്ങൾ പോലും പോയി കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങൾക്കുള്ളൊരു മെസ്സേജും കൂടെ ഇതിനകത്തുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ജനപ്രിയ നായകൻ തന്നെയാണ് ദിലീപ്. പടത്തെക്കുറിച്ച് പറയുന്ന കാട്ടിയും ദിലീപേട്ടൻ്റെ തിരിച്ചുവരവെന്ന് തന്നെയാണ് പറയാൻ സത്യം പറഞ്ഞു. ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പൊട്ടൽ പുള്ളിക്കാരൻ സഹിച്ചു. ആ പടം ഒരു ആശ്വാസം കിട്ടിയ പവി കേട്ടേക്കറാണ്. അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ടീസറാണെങ്കിലും അതുപോലെ പാട്ടെല്ലാം ഇറങ്ങിയപ്പോൾ ഒരു പഴയ ദിലീപേട്ടൻ തിരിച്ചു വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പടം കാണാൻ ഇരുന്ന സമയത്തും ഓവറായിട്ട് ആക്ട് ചെയ്യാത്ത ഒരു മീഡിയം ലെവലിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിക്കുള്ളൊരു ദിലീപേട്ടനെ കാണാൻ പറ്റിയ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു പടം കണ്ടപ്പോൾ. ഒരു പക്ക ഫാമിലി പടം തന്നെയാണ് ബ്രോ ഇതിപ്പോൾ. ഫാമിലിയാണ്. ഒരു ന്യൂ ജെന്നിന് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ലോഡ് ചെയ്തിട്ടാണ്. ഒരു മെസ്സേജ് അവസരം കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും റിലവൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. എടുത്തു പറയാൻ എന്താ ബ്രോ ഇഷ്ടപ്പെട്ടതായിട്ട്? കൊള്ളാം, നല്ല കംബാക്ക് ആണ്. കൊള്ളാം ബ്രോ. ഫസ്റ്റ് ഹാഫ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഇമോഷണലി ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. ദിലീപേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ദിലീപേട്ടൻ സൂപ്പറായിരുന്നു. ദിലീപേട്ടൻ എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. ആണോ? പുള്ളി തിരിച്ചു വരാമോ ഇപ്പോൾ എന്തായാലും? കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സൂപ്പർ സിനിമയായിരുന്നു. പഴയ ദിലീപ് തിരിച്ചു വന്നു. ദിലീപേട്ടൻ തിരിച്ചു വന്നു. കോമഡിയൊക്കെ എങ്ങനെ ഉണ്ട്? കോമഡിയൊക്കെ സൂപ്പർ ആയിരുന്നു. കോമഡി തന്നെയായിരുന്നു. പോയി കാണാം. നല്ല കോമഡിയൊക്കെ ഉണ്ട്. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എന്റർടൈൻമെന്റ് ആയിരുന്നു. നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതെന്തായാലും 150-ാമത്തെ പടം അദ്ദേഹത്തിന്റെ ഒരു കരിയറിലെ ബെസ്റ്റ് പടമായിട്ട് മാറുമെന്ന് ഉറപ്പാണ്. വിമർശകർക്കൊപ്പം ഒരു മറുപടി ആയിരിക്കും സിനിമ. എന്തായാലും അതെ, തിരിച്ചു വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാലേട്ടൻ ഒരു തിരിച്ചുവരവ് നടത്തിയില്ലേ, 2 പടം അങ്ങ് ഇതായിട്ട് പോകുന്ന പോലെ തന്നെ ദിലീപേട്ടൻ്റെ ഒരു തുടക്കമാണ്. ഇനി വരാൻ പോകുന്ന പടങ്ങൾ ഇതിനെക്കാട്ടി ഗംഭീരമാവുമെന്ന് തന്നെ വിശ്വാസം.